മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി തങ്കത്തേരിലേറും കുളിരന്തി താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു ഓശാന പെരുന്നാളു വന്നു. സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ്ഡ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻജോഡിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇൻജോഡിങ് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് അമ്മമാരെ കിട്ടിയിട്ടുണ്ട്. സെന്ററിൽ ഒരു ചേട്ടനുണ്ട്. നമുക്ക് എല്ലാവരെയും ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഭരതാദേവി. വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹൗസ് വൈഫാ? ഹൗസ് വൈഫ്. എവിടുന്ന് വരുന്ന? വെഞ്ഞാറമൂട്. സ്ഥലം? നാഗരൂര്. എല്ലാവരും ബന്ധുക്കളാണോ? ഇതിൽ ഏറ്റവും മൂത്തതാരാ? ഏറ്റവും മൂത്തതായിരിക്കണം അമ്മ. അമ്മേരെ മൂത്ത മോളത്. രണ്ടാമത്തെ മോൻ ദൂവരുന്നു. അപ്പൊ ഈ നടുക്കിക്കണ മോനോ? ഏറ്റവും ഇളയത്. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് സജീഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സ്റ്റോർ നടത്തുന്നു. സ്ഥലം എവിടെ? വെഞ്ഞാറമൂട്. എന്റെ പേര് രജിത ടി നായർ. ഞാനൊരു പൊതുപ്രവർത്തക. സ്ഥലം? വെഞ്ഞാറമൂട്. എന്റെ പേര് തങ്കമണി. വെഞ്ഞാറമൂട് തങ്കമണി. വെഞ്ഞാറമൂടിൽ നിന്നും തങ്കമണി. എന്റെ പേര് ശോഭന. ഞാൻ പോത്തൻകോട്. ഓക്കെ. വെഞ്ഞാറമൂട് പിച്ചുവങ്ങല. പേരില്ല? പേര് ശ്രീദേവി. ശ്രീദേവിന്റെ അമ്മയുടെ പേര് ചിരിക്കരുതാര്. വിജയകുമാരി. സ്ഥലം? വെഞ്ഞാറമൂട്. അനിൽകുമാർ. വെഞ്ഞാറമൂട്. ഞാൻ രവീന്ദ്രൻ നായർ. വെഞ്ഞാറമൂട് ക്രൈസ്റ്റ് സ്കൂളിൽ സെക്യൂരിറ്റി ആയിട്ട് വാളക്കാട് അല്ലേ? മകനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാം. എന്റെ പേര് ഹർഷകുമാർ. ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. വെഞ്ഞാറമൂടാണ്. അവൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പറയാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ പറയുക. എന്താണ് മനസ്സിലുള്ള ആൻസർ എന്ന് പറയുക. കുഴപ്പമില്ല, ആരും കേൾക്കത്തില്ല. എഡിറ്റ് ചെയ്ത പ്രോഗ്രാം ഇടുന്നത്. ഓക്കെ. 20 സെക്കൻഡിനുള്ളിൽ പറയുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയി. ക്ലൂ ഒക്കെ ഇഷ്ടംപോലെ തരാം. ഓക്കെ, അമ്മമാരല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. വെട്ടും തോറും വളരുന്നത് എന്താണ്? തലമുടി. ഇത് ഇവിടെ പറഞ്ഞു. തലമുടി കറക്റ്റ് ആൻസർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? അടിപൊളിയല്ലേ? ഇങ്ങോട്ട് ടഫായിരിക്കും. അത് കറക്റ്റ് ആണ്. അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. എല്ലാം കുടുംബക്കാരെ തന്നെ. അപ്പൊ ആര് ജയിച്ചാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. തവള. കറക്റ്റ് ആൻസർ. കണ്ടോ? ഭയങ്കര ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭയങ്കര പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, വീട്ടിൽ ഇങ്ങനെയാണോ? വീട്ടിലിങ്ങനെയുള്ള ഇവിടെ വന്നിട്ട് അഭിനയം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വടിയെടുത്താൽ കാള ഓടും. അല്ല, വടിയെടുത്താൽ കാള ഓടും. ഇത് കാള എന്നൊക്കെ പറയുന്നത് വെറുതെ വേറെ ക്ലൂ. സാധാരണ വെള്ളത്തിലാണ് ഇത് കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വടിയെടുത്താലേ ഓടും.
എന്താണ് വെള്ളം വെള്ളം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ ആൻസർ കിട്ടിയത്, ഇവിടെ ആക്ഷന് കിട്ടിയത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. പാവം കയ്യടിയൊക്കെ ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. എങ്കിലും ഭയങ്കര സംഭവം തന്നെ കേട്ടോ അത്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുള്ളില്ലാത്ത പുറം കാട്ടിൽ എല്ലില്ലാത്ത ഒരു എലിക്കുഞ്ഞ്. ഇത് എല്ലാവർക്കും ഉള്ളതായി സാധനം. മുള്ളില്ലാത്ത മുളം കാട്ടിൽ എല്ലില്ലാത്ത ഒരു എലിക്കുഞ്ഞ്. അല്ല, ഭാര്യയുടെ കടയിലുണ്ട്. അങ്ങനെ വെട്ടം പറഞ്ഞതായിരുന്നു അല്ലേ? ഇല്ല ബ്രാനില്ല ബ്രാൻ അതൊക്കെ കൊച്ചുകാലത്തുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണ്? പാവയ്ക്ക. ദേ ഇവിടെ ഈ അമ്മയാണ് പറഞ്ഞത്. എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ദീപരാജിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ചേട്ടന് പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചേട്ടനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? എല്ലാവരും പാടും. ഓമനക്കൈലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കുളിരണിഞ്ഞെഴുതുമ്പോൾ എന്നിലെ കരയാതിരുന്നിടും ഞാൻ, എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. ഓമനക്കൈലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. ന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ആശ്രയ സമ്മാന പെരുമഴയുടെ മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 1ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 3 സെന്റ് വീതം. 2ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് 2 ആൻഡ്രോയിഡ് മൊബൈലുകൾ. മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ 5 പേർക്ക് 3 സെന്റ് വീതം നൽകും എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് 400 മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത്. തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണത്. ഈ 1ാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 സെന്റ് വെച്ച് 5 പേർക്ക് ഞങ്ങൾ ഓരോ മാസവും 50 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി ഡിസംബർ 30-ാം തീയതി വരെ ഏകദേശം 5 മാസമുണ്ട്. 5 മാസം ആകുമ്പോൾ 250 പേരെയാണ് ഞങ്ങൾ ഈ ഒരു 3 സെന്റ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ 250 പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ 5 പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നു. 1ാം സമ്മാനമായി 10 പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ്. അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റു 9 ടോക്കണുകൾക്കും 9 വീടുകളുമാണ് കാത്തിരിക്കുന്നത്. 2ാം സമ്മാനം 13 പേർക്ക്. അതിൽ ഒരാൾക്ക് 10 സെന്റ് വീതവും ബാക്കി 12 പേർക്ക് 5 സെന്റ് വീതവും. ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് 3ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 4ാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഡിയോ സ്കൂട്ടർ. 5ാം സമ്മാനമായി 25 പേർക്ക് 1 ഗ്രാം ഗോൾഡ് തുടങ്ങിയ ഹോം അപ്ലയൻസസ്. തീർന്നില്ല. ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് 3 സെന്റ് ഉണ്ട് സമ്മാനമായിട്ട്. അതുകൊണ്ട് VMTV ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക. ഒപ്പം ഫേസ്ബുക്ക് പേജും. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഇത് VMTV ന്യൂസിന്റെ വാക്കാണ്. അപ്പൊ എങ്ങനെ
എല്ലാവരും ഷെയർ ചെയ്യുകയല്ലേ. മാസം തോറുമുള്ള നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത്, കൂപ്പണിലും മാറ്റമുണ്ട്. ഇനി മുതൽ മെഗാ നറുക്കെടുപ്പ് വരെ 1000 രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ ലഭിക്കുകയുള്ളൂ. 1000 രൂപയ്ക്ക് കൂപ്പൺ 5 ടോക്കണാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാരും ടോക്കൺ എടുക്കല്ലേ? 1000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും 1000 രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് VNTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ടോക്കൺ എടുക്കല്ലേ? അടിപൊളി, നല്ലൊരു ക്ലാപ്പ് അടിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ലൈവ് പോവാ. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ? 6ാമത്തെ ക്വസ്റ്റ്യൻ. 3 ചിറകുള്ള വവ്വാൽ എന്താണ്? 3 ചിറകുള്ള വവ്വാൽ. കുസൃത ചോദ്യമല്ലേ, വവ്വാലിനെ ഒന്നും ആലോചിക്കണ്ട, സാധനം വേറെ ആയിരിക്കും. വീട്ടിലൊക്കെ കാണുന്ന ഒന്നാണ്, വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധനം. 3 ചിറകുള്ള വവ്വാൽ. 3 ചിറകുള്ള വവ്വാൽ വീട്ടിലൊക്കെ ഉണ്ട്, വീട്ടിലുണ്ട്. എന്താ? 3 ചിറകുള്ള വവ്വാൽ വീട്ടിനകത്തായി സാധനം കാണുന്നേ. ആൻസർ ഒന്നു എങ്കിലാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ആരും അറിവിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടല്ലോ. അതെ, ഞാൻ പിന്നാട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. പുക തുപ്പുന്ന പാമ്പ് എന്താ? പുക തുപ്പുന്ന പാമ്പ്. പുക തുപ്പുന്ന പാമ്പ് അല്ല, ട്രെയിൻ. കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഇന്നിവിടെ ടോപ്പിൽ നിൽക്കുന്നത് വരദാദേവിയാണ്. ദേവി തന്നെയാണ്. കാണുമ്പോൾ നമുക്കൊരു ദേവിയുടെ ചൈതന്യം തോന്നി. ഇവിടെ പിടിച്ചില്ല, അങ്ങനെ തന്നെ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൂട്ടില്ല പെട്ടി, പൂട്ടാതെ എടുക്കും പെട്ടി എന്താണ്? ഈ പെട്ടിക്ക് പൂട്ടേ ഇല്ല, പൂട്ടാതെ തന്നെ എടുക്കുകയും ചെയ്യും. ഏതാണ് ആ പെട്ടി? തീപ്പെട്ടി. തീപ്പെട്ടിയല്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമാണ്, പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഒരു പെട്ടി വേണം, പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. അല്ല, പൂട്ടില്ലാത്ത പെട്ടി, പൂട്ടാതെ എടുക്കുന്ന പെട്ടി. പെട്ടിയാ, പെട്ടി. ഇതൊരു പെട്ടിയാണ്. എന്താണോ പെട്ടി? ഇവിടെ ആരോ ഇപ്പൊ ആൻസർ കൂടെ കിട്ടും. പറയട്ടെ ആൻസർ. തീപ്പെട്ടി, നാക്കല്ല, വായല്ല. നമ്മളിത് ഉപയോഗിക്കും, പക്ഷെ നമ്മളിത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിയത്തില്ല ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു പെട്ടി ആവശ്യമാണ്, പൂട്ടില്ലാത്ത ഒരു പെട്ടി. ഇത് സത്യത്തിൽ ഒരു പെട്ടിയാണ്. ഫോൺ അല്ല, ശവപ്പെട്ടി. കറക്റ്റ് ആൻസർ. എങ്കിലും ഞാൻ തന്നെയാണ് ആൻസർ പറഞ്ഞത്. ഞാൻ അവര് നമ്മൾ എല്ലാവരോടറിയില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. പൊക്കിളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടുന്നത് ആര്? പൊക്കിളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടും ആരാണ്? ഇതും വീട്ടിനകത്ത് കാണുന്നതാണ്. നമുക്ക് വെളിച്ചം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച്, ലൈറ്റ് ഒന്നുമല്ല. തീയല്ല, ആ ടോർച്ച്. എല്ലാവരും കൂടെ പൊളിയാണ്. മാസാണ്. ചോദ്യമല്ലേ? ചേട്ടൻ തല പുകഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റ്യനിലേക്ക്. എന്തായിരുന്നു? ഇനി ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. യെസ്, പക്ഷെ 9 ആൻസർ പറഞ്ഞു. 2 ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാം. ഓക്കെ, ഇല്ല പണിയൊന്നുമില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ. പാടാനറിയാം, പറയാനറിയാം, ചെയ്യാനൊന്നും അറിയില്ല ആരാണ്? പാടുകയും ചെയ്യും, പറയുകയും ചെയ്യും. പണ്ടത്തെ അമ്മൂമാർക്കും അപ്പൂമാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ. കറക്റ്റ് ആൻസർ. ഇന്നത്തെ വരദാദേവി. ദേവിക്ക് തന്നെയാണ് ഇന്നത്തെ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ
ഇന്നത്തെ ഇഞ്ചോടിന്റെ എന്താ ഒന്നും പറയാത്തവർക്കാണ് സമ്മാനം കൊടുക്കാറുള്ളത്. അപ്പോ ഇന്നത്തെ ഇഞ്ചോടിന്റെ പ്രോഗ്രാമിന്റെ വിജയിയായ നമ്മുടെ സ്വന്തം ദേവിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറി ഹർഷകുമാർ സാനെ ക്ഷണിച്ചുകൊള്ളുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? കൊള്ളാമായിരുന്നു, അടിപൊളി. പ്രതീക്ഷിച്ചില്ല, സത്യം. ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. എല്ലാ പേരും 10 ക്വസ്റ്റ്യന്റെ ആൻസറും തന്നിട്ടുണ്ട്. അത് അന്നപ്പോഴേ വീക്ഷിച്ച് നോക്കിയിരുന്നു നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. ഇന്നത്തെ ഇൻഷോർട്ടിന്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാവരും ആസ്വദിച്ചെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ഹലോ, എന്നാ